ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ ഇതാ 2700 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഷെയർ ആക്കുന്നത്. ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടോക്കുക. പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു വീട്ടിലേക്ക് ഇതാ നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ തന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റായി വരുന്നത് ഇതിൻ്റെ ഗേറ്റാണ് കേട്ടോ. ഈ ഗേറ്റ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ള ജിഐയിലാണ്. അതിൻ്റെ ടോപ്പിലായാലും അതേപോലെ തന്നെ അടിഭാഗത്തായിട്ടും വുഡൻ പാനലിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നേരെ വീടിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇതൊരു പഴയ വീടാണ് കേട്ടോ. അതിനെ റിനോവേറ്റ് ചെയ്ത് അതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചേഞ്ച് ചെയ്ത് പുതിയൊരു ലുക്കിലേക്കാണ് കേട്ടോ ഇത് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ മുറ്റവും സൗകര്യങ്ങളും ഒക്കെ ഉള്ളൊരു വീടാണ്. മുറ്റത്തിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇടയിലായിട്ട് ഇതുപോലെ പുല്ലൊക്കെ വിരിച്ചെടുത്തിട്ടുണ്ട്. മുറ്റത്തിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഊഞ്ഞാലൊക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. വീടിനോട് ചേർന്നിട്ടാണ് കേട്ടോ കാർ പോർച്ച് വരുന്നത്. കാർ പോർച്ചിൻ്റെ ഫില്ലറിലായിട്ട് ഇതുപോലെ കരിങ്കല്ലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇനിതാ നമ്മൾ നേരെ വരുന്ന വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് കേട്ടോ. സിറ്റ് ഔട്ടിൻ്റെ സൈഡിലായിട്ടും ഇതുപോലെ ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ പോർച്ചിൽ കൊടുത്തിട്ടുള്ള അതേ ഡിസൈനിങ്ങിൽ കരിങ്കല്ലിൽ വരുന്നൊരു വാള് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വാളിലൈറ്റുകളൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പകൽ സമയത്ത് കാണുന്നേക്കാളും ഒന്നും കൂടി അതിനൊക്കെ ഭംഗി ഉണ്ടാവുക രാത്രി സമയത്തായിരിക്കും. ഇനിയിപ്പോൾ നേരെ വരുന്ന വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 സ്റ്റെപ്പാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല നീളത്തിൽ വരുന്ന 2 സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലായാലും വുഡിൽ തന്നെ വരുന്ന 3 ചെയേഴ്സാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് കുറച്ച് പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ഊഞ്ഞാല വരുന്നുണ്ട്. അതും വുഡിൽ തന്നെയാണ്. ഈ വീട് മൊത്തത്തിൽ ഒരു വുഡൻ ടച്ചാണ് കേട്ടോ വരുന്നത്. ഇതിലെ ഫർണിച്ചറും കാര്യങ്ങളും ഒക്കെ ആയാലും ഭൂരിഭാഗവും വുഡിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സീറ്റ് ഔട്ടിലായാലും ഇതുപോലെ ലൈറ്റുകളും ഒരു വുഡൻ പാനലിങ്ങും ഒക്കെ കൊടുത്ത് ഭംഗി കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ അകത്തെ വിശേഷങ്ങൾ കാണാം. സീറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ലിവിങ് ഏരിയയിലേക്കാണ് കേട്ടോ. ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് വരുന്നത്. ഇവിടെ ആയാലും സിമ്പിളായിട്ടുള്ള സോഫ സെറ്റാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ള. ഈ ഒരു വാളിലായാലും ഇതുപോലെ ഫ്രെയിമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സോഫ സെറ്റിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് ഇതുപോലെ വിൻഡോസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വുഡിൽ തന്നെ വരുന്ന ചെറിയ കോഫി ടേബിളാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആ ഒരു ഏരിയയ്ക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ മാറ്റുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലിവിങ് ഏരിയൻ്റെയും ഡൈനിങ് ഏരിയൻ്റെയും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഈ ഒരു പാർട്ടീഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പം സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ലിവിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഏറ്റവും നമുക്കിപ്പോൾ എടുത്ത് കാണുന്നൊരു ഭാഗമാണ് കേട്ടോ ഈ ഒരു പാർട്ടീഷന്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫൈബറിൻ്റെ ഗ്ലാസ്സാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇതുപോലെയുള്ള ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്ന വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ്. ഒരു സ്റ്റെയർ കേസിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറും എല്ലാം വുഡിൽ തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ളൊരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിൻ്റെ സീലിങ്ങിലായാലും ഇതുപോലെ ഒരുപാട് ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സിമ്പിളായിട്ട് തന്നെ വുഡിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബെഡ് കോട്ടും വാർഡ്രോബും ഒക്കെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാളിലായിട്ട് ഇതുപോലെ ടെക്സ്ചർ പെയിൻ്റാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇതൊരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇവിടെ ആയിട്ട് ഇതുപോലെ ഹാങ്ങിങ് ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു വാളിലായിട്ടും ഇതുപോലെ ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം ഉള്ളിലേക്ക് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ വിൻഡോസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
ബാത്റൂമിൻ്റെ ഡോറുകളെല്ലാം ഒരേ രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത് പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ ചെറിയ സ്പേസിലുള്ളൊരു ബാത്റൂമാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂമിൽ വരുന്നത്. ആ ഒരു ഏരിയയിൽ തന്നെ ഇതുപോലൊരു ചെറിയ വാഷ് പീസും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റും ആഷും കളർ തീമിൽ വരുന്ന ടൈലാണ് ഇവിടെ യൂസ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഇവിടുത്തെ പ്രെയർ റൂം വരുന്നത്. ഇവിടെ ചെറിയൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്രെയർ റൂം വരുന്നത്. ഇവിടെ തന്നെയാണ് അയൺ ചെയ്യാനുള്ളൊരു ടേബിളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പം നിസ്കാര കുപ്പായം അങ്ങനത്തതൊക്കെ എടുത്തു വെക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട്. പ്രയർ ഏരിയ എന്നതാ നമ്മൾ നേരെ വരുന്ന വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ഏരിയൻ്റെ സീലിങ്ങിലായാലും ഇതുപോലെ പാനലിങ്ങും ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരു വുഡൻ തീമിൽ വരുന്ന രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ടും അതേപോലെ തന്നെ കിച്ചൻ്റെ തൊട്ടടുത്തായിട്ടുമാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ മിറർ കൊടുത്തിട്ടുള്ള ഇതുപോലൊരു കർവ് ടൈപ്പിലാണ് കേട്ടോ. ഇവിടുത്തെ ഒരു വാളിലായിട്ട് ഗ്ലാഡിൻ സ്റ്റോണുകളാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇവിടെ ആയാലും നല്ല വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഷ് ബേസിൻ്റെ ടോപ്പ് വരുന്ന ഗ്രാനൈറ്റാണ്. അതേപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്തും ഇതുപോലൊരു മൾട്ടി വുഡിൽ ചെയ്തിട്ടുള്ള സ്റ്റോറേജ് ഏരിയ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റും ഈ ഒരു മിററും ഒക്കെ ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് കേട്ടോ ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയക്ക്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബെഞ്ച് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാനലിങ്ങിൻ്റെ ലൈറ്റിങ് കാര്യങ്ങൾ ഒക്കെ വരുന്ന ഡൈനിങ് ഏരിയൻ്റെ ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ്. ഈ ഒരു ഡൈനിങ് ടേബിളായാലും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഏരിയയിലാണ് കേട്ടോ. നമ്മളിപ്പം വീടിൻ്റെ പാസേജിങ്ങിലും ഒന്നും അല്ലാതെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഏരിയയിൽ തന്നെയാണ് ഡൈനിങ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ഡൈനിങ് ടേബിൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ഏരിയൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന ഈ ഒരു വാൾ പ്രത്യേകമായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പർഗോളകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സീലിങ്ങിലായാലും ഇതുപോലെ ഒരു വുഡൻ തീമിൽ വരുന്ന പാനലിങ് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റുകളും ഹാങ്ങിങ് ലൈറ്റുകളും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുഷ്യനൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചെയർസൊക്കെ ഉള്ളിലേക്ക് ഒതുക്കി വെക്കാവുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പ് വരുന്ന മാർബിളിലാണ്. ഈ ഒരു വാളിലായാലും ഇതുപോലെ ഡെക്കർ ഐറ്റംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡോറും വരുന്നത് വുഡിൽ തന്നെയാണ്. ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു ബെഡ് കോട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ് ആയാലും വുഡിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാളിലായിട്ട് ഇതുപോലെ പാനലിങ്ങും ടെക്സ്ചർ പെയിൻറ്റും ഒക്കെ യൂസ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം കിട്ടത്തക്ക രീതിയിലാണ് കേട്ടോ വിൻഡോസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സീലിങ്ങിലായാലും ഇതുപോലെ ഒരുപാട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഇതുപോലെ സൈഡ് ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു മിറർ വരുന്നുണ്ട്. ഒരു വൈറ്റും ആഷും കളർ തീമിൽ വരുന്ന ടെക്സ്ചർ പെയിൻ്റാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയർ കേസ് മൊത്തത്തിൽ ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഹാൻഡിലായാലും വരുന്നത് വുഡാണ്. സ്റ്റെപ്പിലും മാർബിൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ ഫസ്റ്റ് ലാൻഡിങ്ങിലായിട്ട് വരുന്ന ഈ ഒരു വാള് പ്രത്യേകമായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റെയർ ആണ് കേട്ടോ വരുന്നത്. ഈ ഒരു സീലിങ്ങിലായാലും ഇതുപോലെ ലൈറ്റുകൾ കൊണ്ടൊരു വിസ്മയം തന്നെ തീർത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ പോകുന്ന അപ്സ്റ്റെയറിലുള്ള ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ്. ഈ ഒരു ബെഡ്റൂം ആയാലും വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഇൻറ്റീരിയറും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിൽ വരുന്ന ബെഡ് കോട്ടും വാർഡ്രോബും ഒക്കെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ് കോട്ടിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഇതുപോലെ സൈഡ് ടേബിളുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സീലിങ്ങിലായാലും ഇതുപോലെ ഒരുപാട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാർഡ്രോബിൻ്റെ ഹാൻഡിൽ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് റൗണ്ട് ഷേപ്പിലുള്ളൊരു മിറർ വരുന്നുണ്ട്. ഈ ഒരു വാളിലായാലും ഇതുപോലെ ടെസ്റ്റർ പെയിൻ്റൊക്കെ യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതും ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ബാത്റൂമിൻ്റെ ഡോറുകളും എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയാലും വൈറ്റും അതേപോലെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ടൈലാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി നേരെ വരുന്ന അപ്സ്റ്റെയറിലുള്ള ഹാളിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ചെറിയൊരു ലിവിങ് സ്പേസ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് TV യൂണിറ്റും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഡൈനിങ് ഏരിയയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് GIൻ്റെ സ്ക്വയർ ക്യൂബ്സ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകളും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഏരിയക്ക്. ഇവിടെ ആയാലും ഇതുപോലെ ഒരു 3 സീറ്റർ സോഫ സെറ്റും അതേപോലെ ഒരു കുഞ്ഞു കോഫി ടേബിളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു TV യൂണിറ്റിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ സ്റ്റോറേജ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഒരു വുഡൻ വൈറ്റ് തീമിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയൻ്റെ തൊട്ടടുത്തായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയാലും വുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ബെഡ് കോട്ടും അതേപോലെ തന്നെ വാർഡ്രോബും ഒക്കെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ് കോട്ടിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഇതുപോലെ കുഞ്ഞു സൈഡ് ടേബിളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീലിങ്ങിലായാലും ഇതുപോലെ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു മിററും കൂടെ വരുന്നുണ്ട്. ഈ ഒരു ഹാളിൽ നിന്ന് പുറത്തേക്കായിട്ട് ഇതുപോലെ ചെറിയൊരു ബാൽക്കണിയും ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ വരുന്നൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്നാൽ നമുക്ക് വീട് മൊത്തത്തിലൊന്ന് ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത്യാവശ്യം നല്ല രീതിയിലൊരു സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട് കേട്ടോ. ഇവിടെയും കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് പ്രത്യേകമായിട്ടുള്ളൊരു ഡിസൈനിങ് ഒക്കെ വരുന്നുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ വന്നിട്ടുള്ള ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കിച്ചണിലേക്കാണ്. ഈ ഒരു കിച്ചണിൻ്റെ ഡോർ വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഗ്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചണ് മൊത്തത്തിൽ മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കൗണ്ടർ ടോപ്പായാലും ഫുൾ ബോഡി ടൈലാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ളൊരു കിച്ചണാണ്.
സ്റ്റോറേജ് ഏരിയക്കും നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടും ഒരുപാട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ മൊത്തത്തിൽ നല്ലൊരു വെളിച്ചം ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇതാ മൊത്തത്തിൽ വുഡൻ പാനലും കൊടുത്ത് ഹാങ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതുപോലെ ഇതാ മൾട്ടി വുഡിൽ തന്നെ വരുന്ന ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ടേബിൾ പോലെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ഹൈ ചെയർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ചെയർ തന്നെ ഉള്ളിലേക്ക് നമുക്കിങ്ങനെ നീക്കി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഏരിയ ആണിത്. ഇവിടെ ആയിട്ട് ചെറിയൊരു സ്റ്റോർ റൂമും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതാ ഗ്യാസ് സ്റ്റൗ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും ഈ ഒരു കളർ തീമിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇനിയും മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.